ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡില്ലീസ് കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ബേസ് സ്റ്റേഷനായ ബ്രൈമൂറിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും അറിയാം, അഗസ്ത്യ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തരമായ ഔഷധ സസ്യങ്ങളും അങ്ങനെ പലതരം പ്ലാന്റ്സും ഒക്കെ ഉള്ളൊരു മലയാണിത്. അതുപോലെ തന്നെ അവിടെ ഒരു ബ്രൈമൂറിലൊരു ടീ എസ്റ്റേറ്റും ഉണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ചൊരു ടീ എസ്റ്റേറ്റ് ഈ ബ്രൈമൂറിലുണ്ട്. അപ്പം നമ്മൾ ഈ ബ്രൈമൂറിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മൾ രാവിലെ ഒരു 7:30 കൂടി യാത്ര തിരിച്ചു. ശരിക്കും ബ്രൈമൂർ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പൊന്മുടി റോഡ് വഴി പോവുകയാണ്. ബ്രൈമൂർ ഏകദേശം 43 കിലോമീറ്റർ ഉണ്ട്. നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിച്ചേരാൻ പറ്റും. ശരിക്കും നമ്മുടെ സിറ്റിയുടെ ബോർഡർ വിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല പച്ചപ്പാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ശരിക്കും രണ്ട് സൈഡ് നോക്കിയാൽ നല്ല പച്ചപ്പും കാടുകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അധികം തിരക്കൊന്നുമില്ല. ഒരുപക്ഷെ കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള ഇതായത് കൊണ്ടാവാം അധികം തിരക്ക് ഈ റോഡിലുണ്ടായിരുന്നില്ല. ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ടുള്ള ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ റോഡുകളാണുള്ളത്. ചെറിയ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ചുറ്റും നല്ല മരങ്ങളും ഒക്കെയുള്ള വളരെ ചെറിയ റോഡാണ്. ശരിക്കും ഒരു വണ്ടിക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റിയ റോഡുകളാണുള്ളത്. പുതുതായിട്ട് എടുത്തിട്ട മണ്ണും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ റോഡിൽ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ പണി കിട്ടുമെന്ന് വിചാരിച്ചു. കാരണം വണ്ടി ഫ്രണ്ടിൽ പോയ ജീപ്പ് കയറുന്നില്ലായിരുന്നു. അവസാനം കുറച്ച് കഷ്ടപ്പെട്ടാണ് ഫ്രണ്ടിലെ ജീപ്പ് പോയത്. പക്ഷെ അതിൻ്റെ തൊട്ട് പറയുന്ന ഞങ്ങളുടെ കൂടുതലുള്ള കാറ് സിമ്പിളായിട്ട് സൈഡിൽ കൂടെ കയറിപ്പോയി. പിന്നീട് വന്ന ഈ നെക്സോൺ ആദ്യം ഒന്ന് പമ്മിയെങ്കിലും പിന്നെ ഈസിയായിട്ട് കയറി വന്നു. എനിക്ക് ടയർ കണ്ടാൽ അറിയാം, ടയർ ഫുള്ള് മണ്ണും ചെളിയായിട്ട് ശരിക്കും അവിടെ പിടുത്തം കിട്ടുന്നില്ലായിരുന്നു. ബ്രൈമൂർ എസ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരിക്കൊരു ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. ഇവിടെ നമുക്ക് ചുറ്റും നോക്കി കഴിഞ്ഞാൽ ചുറ്റും ജാതി മരങ്ങളും അതുപോലെ ഓറഞ്ച് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഓറഞ്ചൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. അതുപോലെ ചുറ്റുമുള്ളത് കൂടുതലും ജാതി മരങ്ങളാണ്. ഇഷ്ടംപോലെ ജാതിക്കായ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഇവിടെ നമ്മൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ചെറിയ ചെറിയ അട്ടകളുണ്ട്. ഈ അട്ടകൾ നമ്മുടെ കാലിൽ കയറി കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുകയില്ല. പണ്ടൊക്കെ നമ്മൾ ഉപ്പൊക്കെ ഇടണമായിരുന്നു ഇത് പോകണമെങ്കിൽ. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാവരുടെ കയ്യിലും കൊറോണ ആയതുകൊണ്ട് സാനിറ്റൈസർ ഉണ്ടാവും. ആ സാനിറ്റൈസർ ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, അവൻ പിടിവിട്ടോളും. നമ്മളിവിടെ എത്തുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ നമ്മൾ മാത്രമായി. നമ്മൾ ഏകദേശം 1.5 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. ശരിക്കും ആ വെള്ളത്തിൽ കുളിക്കാനൊക്കെ വളരെ അടിപൊളിയാണ്. വേറൊന്നുമില്ല, ആ വെള്ളത്തിലോട്ട് നമ്മൾ കാല് വെക്കുമ്പോൾ തന്നെ അറിയാം വെള്ളത്തിൻ്റെ തണുപ്പ്. ഈ പാറകൾക്കിടയിൽ കൂടെയൊക്കെ ഒഴുകി വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല സൂപ്പർ തണുപ്പാണ്. എന്താ പറയുന്നത്, സിറ്റി ലൈഫിൽ നിന്ന് ഇച്ചിരി ഒരു 1-2 മണിക്കൂറിലെ കുറച്ച് നേരത്തേക്ക് റിലാക്സേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇവിടെ വരാവുന്നതാണ്. നമ്മൾ അധികം ഫാമിലീസിനൊന്നും ഇവിടെ കണ്ടിട്ടില്ല. കൂടുതലും ഇവിടെ ബാച്ചിലേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കറിയില്ല കൊറോണ ആയതുകൊണ്ടാണോ ഫാമിലീസ് കാണാത്തതെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങാൻ നേരം ഒരു ഫാമിലി മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അല്ലാതെ ഫുള്ള് നമ്മൾ കണ്ടത് ബാച്ചിലേഴ്സിനെയാണ്.
എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ ആയിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.